നമസ്കാരം. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകനായ അമീർ ഹംസയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് വെടിയേറ്റത്. ഇയാൾ ഇപ്പോഴും അതീവ ഗുരുതരമായ അവസ്ഥയിൽ ലാഹോറിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ കഴിയുകയാണ്. ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം കാറിൽ മടങ്ങുന്ന സമയത്തായിരുന്നു ഇയാൾക്ക് നേരെ ബൈക്കിലെത്തിയ വ്യക്തികൾ വെടിയുതിർത്തത്. അവരാകട്ടെ വളരെ സുരക്ഷിതരായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ തിരക്കുള്ള ലാഹോർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗത്ത് വെച്ചാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ പലരും ഇപ്പോൾ ഓർക്കുന്നത് വലിയ തോതിൽ ഹിറ്റായ ദുരന്തർ 2 എന്ന ചിത്രത്തിലെ ചില രംഗങ്ങളാണ്. ദുരന്തർ 2-ലും ഇതിന് സമാനമായ നിരവധി രംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഈ സംഭവത്തെ ഇപ്പോൾ ദുരന്തർ 3 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് തീവ്രവാദികൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ അവിടെ എത്തി പിടികൂടി വധിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അത് സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നത്. ഈ അമീർ ഹംസ ആൾ ചില്ലറക്കാരനല്ല. ഇയാൾ ലഷ്കർ ഇ തോയ്ബ എന്ന ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ സഹസ്ഥാപകരിൽ ഒരാളായിരുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ തീവ്രവാദി ആക്രമണം നടത്തുന്നതിന് മുഖ്യ സൂത്രധാരനും ഈ അമീർ ഹംസ തന്നെയായിരുന്നു. ബാംഗ്ലൂർ 2005 നടന്ന IISc ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇയാളായിരുന്നു. അന്നും ഇയാൾ തീവ്രവാദി ആക്രമണം നടത്താനെത്തിയപ്പോൾ കയ്യിൽ AK-47 തോക്കുണ്ടായിരുന്നു. ഇയാളെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രനേഡ് സമയത്തിന് പ്രവർത്തനക്ഷമമായില്ല. കൂടാതെ ഇയാൾക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക് കുരുക്കിൽ സമയത്ത് എത്താൻ കഴിയാതെ പോയതുമൊക്കെയാണ് കൃത്യമായി അയാൾക്ക് അന്ന് ആ തീവ്രവാദി ആക്രമണം ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്നത്. ഏതായാലും കയ്യിൽ യന്ത്രത്തോക്കുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇയാൾ വെടിയുതിർത്തതിന് ശേഷം അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എത്രയോ വർഷങ്ങളായി വിവിധ രാജ്യങ്ങൾ ഇയാളുടെ പിന്നാലെയുണ്ട്. ഇന്ത്യയുണ്ട്, അമേരിക്ക ഉണ്ട്, ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ അവിടങ്ങളിലെല്ലാം തന്നെ തീവ്രവാദത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഇയാളുടെ വീടിന് നേർക്ക് ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായതാണ്. അന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം വളരെ ശക്തമായ സുരക്ഷയാണ് ഇയാൾക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആ എല്ലാ സുരക്ഷയും മറികടന്നുകൊണ്ട് ഇയാളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ ദുരന്തർ 3 എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. കാരണം ആ സിനിമയിൽ കാണിക്കുന്ന പല സാഹസികമായ രംഗങ്ങളും ഈ ശത്രുക്കളെ നേരിടുന്ന രീതികളുമൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇവിടെയും പ്രാവർത്തികമായത് എന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോഴും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന, അതുപോലെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്ന നിരവധി പേർ അവിടെ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഭയന്ന് വിറച്ചാണ് കഴിയുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് നേരെ അജ്ഞാതൻ്റെ വെടിയുണ്ട എത്താം എന്നാണ് ഇവരും കരുതുന്നത്. കാരണം കുറേ നാളുകളായി അവിടെയുള്ള ഈ ഭീകരത പ്രചരിപ്പിക്കുന്ന പല പ്രമുഖരും അപ്രതീക്ഷിതമായി ഈ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നുണ്ട്. ഇവരെ എല്ലാവരും തന്നെ വെടിവെച്ച ഒരു അജ്ഞാതനെ പോലും ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ സൈന്യത്തെയും പോലീസിനെയും എല്ലാം ഇപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. അത്ര മിന്നൽ വേഗത്തിലായിരിക്കും അവർ ഈ ആക്രമണം നടത്തിയിട്ട് സംഭവ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമാകുക. ഈ തീവ്രവാദി നേതാക്കളെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് ഇവർ വെടിവെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉന്നം പഴിക്കാറില്ല. അതുപോലെ ഒരുപാട് വെടിയുണ്ടുകൾ അവർ ശരീരത്തിലേക്ക് തറഞ്ഞു കയറി പിന്നീട് അവർക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും ഈ ആക്രമണം അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഹാഫിസ് സയ്യിദിന് ശേഷമുള്ള ഏറ്റവും ശക്തനായ തീവ്രവാദി നേതാവായിട്ടാണ് ലഷ്കർ ഇ തോയ്ബയിൽ ഈ അമീർ ഹംസ എപ്പോഴും അറിയപ്പെട്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ, അതായത് 2012 മറ്റോ ഇയാൾ ഈ സംഘടന വിട്ടുപോയിട്ട് മറ്റൊരു തീവ്രവാദ സംഘടന രൂപീകരിച്ചു എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ സർക്കാരാകട്ടെ പതിവ് പോലെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനാ നേതാക്കളെല്ലാം തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് തീറ്റിപ്പോറ്റുന്നത്. ഇത് ഒരു കാലത്ത് തങ്ങൾക്ക് തന്നെ വലിയ തോതിലുള്ളൊരു ബൂമറാങ്ങായി മാറുമെന്ന് പാകിസ്ഥാന് അറിഞ്ഞിട്ടല്ല. പക്ഷേ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പാകിസ്ഥാൻ ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇത്തരം അജ്ഞാതരായ ഘാതകന്മാരെ കിട്ടാൻ ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ല. തുച്ഛമായ പണത്തിന് വേണ്ടി പോലും ആളുകൾ തങ്ങളുടെ എതിരാളികളെ അല്ലാത്തവരെ പോലും, അതായത് വാടക കൊലയാളികളെ പോലും അവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ പാകിസ്ഥാനിലെ ആളിനെ കിട്ടും എന്നുള്ളൊരവസ്ഥയിൽ ലോകത്തെ ഏത് രാജ്യത്തിനും ഇതൊക്കെ തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. പലതവണ പാകിസ്ഥാൻ ഇന്ത്യയാണ് ഈ അജ്ഞാതരയക്കുന്നതെന്ന് നേരത്തെ പരാതിപ്പെട്ടിരുന്നെങ്കിലും അത് സംബന്ധിച്ച് യാതൊരു തെളിവും ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ഇക്കാര്യമെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീവ്രവാദം ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ അവരെത്രയോ പേരെ കൊന്നുതള്ളിയവരാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ആളുകളെ പിടികൂടാൻ അല്ലെങ്കിൽ അവരെ വധിക്കാൻ തന്നെ ലോകത്തെ എത്രയോ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മളിവിടെ മറക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സന്ദർഭം വന്നപ്പോൾ ഇയാളെയും കൃത്യമായി വെടിവെച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.